ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു അനുഗ്രഹങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ ആരോടും പറയരുത്. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം. അതാണ് നിങ്ങളോട് ഈ ഒരു സമയം ചെയ്യേണ്ടത് എന്ന് കാണാം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത നിങ്ങളിൽ തന്നെ വെക്കുക. നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിനോടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോടാകട്ടെ അല്ലെങ്കിൽ ഒരു ബന്ധുവിനോടായിക്കോട്ടെ, ഒരു സോളിനോട് പോലും നിങ്ങൾ ഈ ഒരു കാര്യം പറയരുത് എന്ന് കാണാം. ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുക, എന്നത്തെയും പോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുക. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള കൂടുതൽ വ്യക്തികൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കൂടുതൽ എനർജിക്കും നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം ലഭിച്ചു എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ അവർ കേൾക്കുമ്പോൾ നിങ്ങളോട് അസൂയയും ഒരു ഇഷ്ടമില്ലായ്മയും ഒക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക. നിങ്ങൾ ഈ ഒരു വിവരം ആരോടെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വളരെയധികം നന്ദിയോടുകൂടി നിങ്ങൾ ഈ ഒരു ബ്ലെസ്സിങ്ങിനെ സ്വീകരിക്കുക. നിങ്ങൾ ആ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നതായിട്ട് ഇവിടെ കാണാം. നിങ്ങൾ യൂണിവേഴ്സിനോട് കാണിച്ച ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ വെച്ച ആ ഒരു പേഷ്യൻസ്, അതാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം ലഭിക്കാൻ കാരണമായത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളിൽ തന്നെ വരുത്തിയ മാറ്റങ്ങൾ, നിങ്ങൾ പഠിച്ച ലെസൺസ്, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഡിവൈൻ ടൈമിലുള്ള വിശ്വാസം, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾക്ക് കാരണമാകുന്നത്. നിങ്ങൾ ഈ അനുഗ്രഹങ്ങളുടെ അതേ വൈബ്രേഷനിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവർ അവരുടെ ദിനങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ഗോസിപ്പ് പറയാനും അതുപോലെ നെഗറ്റിവിറ്റി പറഞ്ഞ് പരത്താനുമൊക്കെ ഉപയോഗിച്ചു. അവർ യൂണിവേഴ്സ് അവർക്ക് നൽകിയിരുന്ന അനുഗ്രഹങ്ങളെ പോലും അവർ മറന്നുപോയി എന്ന് കാണുന്നു. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പോലും അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹങ്ങളോട് പോലും അവർ നന്ദിയുള്ളവർ ആയിരുന്നില്ല എന്ന് കാണാം. അവർക്ക് ഭഗവാൻ നൽകിയ എല്ലാ ബ്ലെസ്സിങ്സിനെയും അതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ നോക്കി കണ്ടിരുന്നത് എന്ന് കാണാം. എന്നാൽ നിങ്ങൾ രാവിലെയും രാത്രിയുമൊക്കെ ഭഗവാനോട് നന്ദി പ്രകടിപ്പിച്ചിരുന്നത് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും നിങ്ങൾ വളരെയധികം നന്ദിയുള്ളവരായിരുന്നു എന്ന് കാണുന്നു. ഒരുപാട് ദുഃഖങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഭഗവാൻ നൽകിയ ആ ഒരു അനുഗ്രഹങ്ങളെ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ വളരെയധികം നന്ദിയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നൽകാനായിട്ട് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നതും എന്ന് കാണുന്നു. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. ഈ നന്ദിയുള്ള നിങ്ങളുടെ ഹൃദയം തന്നെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ ആകർഷിപ്പിച്ച് എടുക്കുന്നതും എന്ന് കാണുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും യൂണിവേഴ്സ് എന്നും നിങ്ങളുടെ കൂടെ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളത്. മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നതാകും അവർ കാണുന്നത്. കാരണം നിങ്ങൾ അവരോട് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയില്ല. അത് പറയാത്തത് കൊണ്ട് തന്നെ അവരെ കണ്ണുകൊണ്ട് കാണും, അല്ലാതെ നിങ്ങൾ ഒരിക്കലും പറയരുത്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന രീതിയിൽ നടക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അവയെല്ലാം നിങ്ങളിലേക്ക് വരും. നിങ്ങളല്ല അതിലേക്ക് നടന്ന് നീങ്ങുന്നത്. അവ നിങ്ങളുടെ ഫ്രീക്വൻസിയുമായിട്ട് ഇന്ന് മാച്ച് ആയതുകൊണ്ട് തന്നെ അവയെല്ലാം നിങ്ങളിലേക്കാണ് വരുന്നത് എന്നാണ് കാണുന്നത്. അതും യാതൊരു പരിശ്രമവും ഇല്ലാതെ തന്നെ. പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ജീവിത രീതി നിങ്ങൾക്ക് പുതിയതായിട്ട് ആദ്യമൊക്കെ തോന്നിയേക്കാം. എന്നാൽ ഇതാണ് ഇനി മുതലുള്ള നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.
അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റിൽ അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞതുകൊണ്ടാണ്. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെയും അതുപോലെ നിങ്ങളുടെ വികാരങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണവും നിങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ തന്നെ പുതുതായി ഉണ്ടാക്കുകയായിരുന്നു എന്ന് കാണാം. നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും മറ്റുള്ളവർ തീരുമാനിച്ചതായി കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺട്രോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ള ആരെയും തീരുമാനിക്കാനായിട്ട് ഇന്ന് നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് കാണാം. അതുപോലെ നിങ്ങളുടെ മനസ്സിൻ്റെയും നിങ്ങളുടെ ഇമോഷൻസിൻ്റെയും കൺട്രോള് നിങ്ങളിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾ വെക്കുന്നത് എന്ന് കാണാം. അതുപോലെ പല ആൾക്കാരും വിചാരിച്ചിരുന്നത് നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും തിരികെ ആ ഒരു പഴയ സ്ഥാനത്ത് തന്നെ വരുമെന്ന് ആയിരുന്നു. അങ്ങനെ അവർ പറഞ്ഞിട്ട് നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ശ്രമിച്ചിരുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ ഒന്നും നിങ്ങൾ ആരെയും അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ഇമോഷൻസിൻ്റെയും നിങ്ങളുടെ മൈൻഡിൻ്റെയും കൺട്രോള് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് വെക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നതും. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.